ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് വഴി നടത്തുന്ന അവിടുത്തെ പ്രിയ സമൂഹമാണ് സഭ. ഓരോ കാലഘട്ടത്തിലും ആ സമൂഹത്തിനാവശ്യമായ ശുശ്രൂഷകരെ അവിടുന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്ത് വളർത്തുന്നു. വിസ്മയനീയമാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ. കാലത്തിനും ദേശത്തിനും അനുസൃതമായി തൻ്റെ സമൂഹത്തെ സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കുവാൻ അവിടുന്ന് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ശക്തി പകരുന്നു. അജപാലന രംഗത്തിന് പുറമെ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക ശാസ്ത്രത്തിലും വ്യക്തിമുദ്ര തെളിയിച്ച ഒരു പുരോഹിത ശ്രേഷ്ഠൻ. വിവിധങ്ങളായ പ്രവർത്തന മേഖലകളിൽ ഭാരതത്തിൽ മാത്രമല്ല ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ട പണ്ഡിതൻ. അധ്യാപകൻ, പ്രാസംഗികൻ തുടങ്ങി ഈ സമൂഹത്തിൽ തൻ്റെ പാണ്ഡിത്യം കൊണ്ട് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ അഭിഷിക്തൻ. തന്നെ ഭരമേൽപ്പിക്കപ്പെട്ട അനേക ലക്ഷം വിശ്വാസികൾക്ക് ഭൗതികവും ആത്മീയവുമായ ശക്തമായ മാർഗദർശനം നൽകി വഴി നടത്തുന്ന ഇടയൻ. കടന്നുവന്ന വഴികളുടെ വൈവിധ്യവും നേട്ടങ്ങളുടെ ഔന്നത്യങ്ങളും കൊണ്ട് അതുല്യനായ ഒരു പ്രതിഭയാണ് ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനി. അഭിവന്യ ജോസഫ് മാർ തോമസ് തിരുമേനി തൻ്റെ ജീവിത വഴികളിൽ നിന്നും തനിക്കുമേൽ ദൈവം അനുഗ്രഹം ചൊരിഞ്ഞ വലിയ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനുഗ്രഹീതമായ ഒരു ഗ്രാമീണ പശ്ചാത്തലവും ജീവിതാന്തരീക്ഷവും നമുക്ക് മുന്നിൽ തെളിയുന്നു. തനിക്കനുയോജ്യമായ ഒരു അഭിഷിക്തനെ മെനഞ്ഞെടുക്കുവാൻ ദൈവം ഒരുക്കിയ ആ മണ്ണ് ഏറെ നന്മകളാൽ സമ്പുഷ്ടമായിരുന്നു. പത്തനംതിട്ട റവന്യൂ ജില്ലയിൽ വടശ്ശേരിക്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ 1952 ഏപ്രിൽ മാസം 20-ാം തീയതിയാണ് ഞാൻ ജനിക്കുന്നത്. വളരെ സാധാരണമായ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് എൻ്റെ ബാല്യകാലങ്ങൾ ചിലവഴിക്കുവാനായിട്ടിടയായിട്ടുള്ളത്. ആ ഗ്രാമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് നിറഞ്ഞ ആത്മീയ അന്തരീക്ഷമുള്ള ഒരു ഗ്രാമമാണ് വടശ്ശേരിക്കര ഗ്രാമം എന്ന് പറയുന്നു. ആ ഗ്രാമത്തിലെ വഴിയിലൂടെയാണ് അനേക ലക്ഷം ആൾക്കാർ ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോകുന്നത്. അവിടെ അടുത്താണ് വിശുദ്ധനായ തോമാസ് ശ്ലീഹ വന്ന് ദേവാലയം സ്ഥാപിച്ച നിലയ്ക്കൽ ചായൽ പള്ളി ഉള്ളത്. അതുപോലെ തന്നെ ദൈവദാസനായ മാർ ഇവാനിയോസ് തിരുമേനി പുനരേക്ക് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മുണ്ടൻമലയും പെരുന്നാടുമൊക്കെ വടശ്ശേരിക്കര ഗ്രാമത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. 3 മനോഹരമായ നദികൾ കല്ലാറും കക്കാട്ടാറും പമ്പയാറും ഒഴുകുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഗ്രാമമാണ് വടശ്ശേരിക്കര ഗ്രാമം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ആധ്യാത്മികത, ആത്മീയ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ആ കൊച്ചു ഗ്രാമത്തിൽ ജനിക്കുവാനിടയായത് ഒരു വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ആ ഗ്രാമത്തിൽ വസിച്ചിരുന്ന എല്ലാവരും തന്നെ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും
മറ്റ് ആരാധനാലയങ്ങളിലുമൊക്കെ സ്ഥിരമായി പോകുന്നവരും ആത്മീക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുമായിരുന്ന ഒരു ജനസമൂഹമായിരുന്നു. അഭിമന്യ പിതാവ് തൻ്റെ ദൈവവിളിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ വ്യക്തമാകുന്ന അനുഗ്രഹീത കുടുംബത്തിൻ്റെ മിഴിവാർന്ന ചിത്രമുണ്ട്. തന്നെ അഭിഷിക്തനായി രൂപപ്പെടുത്തിയ കുടുംബാന്തരീക്ഷത്തെക്കുറിച്ച് അദ്ദേഹം സ്മരിക്കുന്നു. പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിലധിഷ്ഠിതമായ ജീവിത മാതൃകയ്ക്കും ഒരു കുടുംബത്തിൽ ലഭിക്കുന്ന സ്ഥാനം, കുഞ്ഞുങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം ഈ കുടുംബം നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നു. മലങ്കര കത്തോലിക്കാ സഭയുടെ ദേവാലയത്തിന് അടുത്താണ് ഞങ്ങളുടെ ഭവനം. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മാതാപിതാക്കൾക്ക് ദേവാലയത്തിൽ പോകുവാനായിട്ടുള്ള അവസരവും കുട്ടികൾക്ക് അവരോടൊപ്പം പോകുവാനായിട്ടുള്ള അവസരവും ആ സാഹചര്യത്തിൽ നിന്ന് നന്നായിട്ട് ലഭിക്കുവാനായിട്ട് ഇടയായി. ചെറുപ്രായത്തിൽ തന്നെ വീട്ടിലുണ്ടായിരുന്ന ആധ്യാത്മികമായ അന്തരീക്ഷം, പ്രത്യേകിച്ച് മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം ഒന്നിച്ച് അതിരാവിലെ പ്രാർത്ഥിക്കുന്നതായ അനുഭവം, അതിരാവിലെ ഗാനങ്ങളെ പാടി വേദപുസ്തകങ്ങൾ വായിച്ച് ഓരോരുത്തരുടെയും പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്ന പിതാവിനെയും മാതാവിനെയും ഒക്കെ കണ്ട് വളരുവാനായിട്ടുള്ള ഒരു നല്ല ആത്മീയ അന്തരീക്ഷം ഭവനത്തിൽ നിലനിന്നിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന കാണുന്ന അപ്പച്ചൻ്റെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം, അതുപോലെ തന്നെ കഴിവുള്ള എല്ലാ അവസരത്തിലും ദേവാലയത്തിൽ പോകുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്ന അമ്മയുടെ സാന്നിധ്യം, ഞങ്ങളായിട്ട് മക്കൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതായ ദൈവാനുഭവത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ആ കുടുംബത്തിൻ്റെ വലിയ ഒരു ദൈവിക ദാനമായിട്ട് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. രാവിലെ മാത്രമല്ല, സന്ധ്യാസമയത്തും എല്ലാവരും ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം ഒരുപക്ഷെ ദൈവം നൽകിയ വലിയ ഒരു കൃപയായിട്ട് ഇന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ആ ഒരു കുടുംബ അന്തരീക്ഷമാണ് പ്രധാനമായിട്ടും എൻ്റെ ദൈവ വിളിയുടെ ഒരു പ്രധാന കാരണമായി തീർന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. നല്ല കുടുംബങ്ങളിൽ ദൈവം കൊടുക്കുന്ന സ്വർഗീയ സമ്മാനമാണ് ദൈവ വിളികളെന്ന് തിരിച്ചറിയുവാനും പിന്നീട് പല അവസരങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദൈവവിളികളും ഉടലെടുക്കുന്നത് പ്രാർത്ഥനാ അന്തരീക്ഷമുള്ള ദൈവ കൃപയുള്ള നല്ല ഭവനങ്ങളിലാണ്. അഭിമന്യ തിരുമേനിയുടെ ജീവിതവീഥികൾ നമുക്ക് മുന്നിൽ വ്യക്തതയോടെ വെളിപ്പെടുത്തുന്ന ഏറെ സത്യങ്ങളുണ്ട്. ബാല്യകാലത്ത് ഒരു വ്യക്തി കടന്നുപോകുന്ന സാഹചര്യങ്ങളിലെല്ലാം കരുണാപൂർവം ഇടപെടുന്ന ഒരു നല്ല ദൈവത്തെ നാം അവിടെ കാണുന്നു. തൻ്റെ ചെറുപ്പകാലത്ത് തനിക്ക് മുന്നിൽ ഒരുക്കപ്പെട്ട ആത്മീയ പശ്ചാത്തലങ്ങളെ പിതാവ് ഏറെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. മാതാപിതാക്കളും ഇടവക ദേവാലയവും വലിയ ആത്മീയ പാഠങ്ങൾ നൽകിയാണ് അദ്ദേഹത്തെ വളർത്തിയത്. ചെറുപ്രായത്തിൽ തന്നെ എന്തുകൊണ്ടോ വീട്ടിലെ പ്രാർത്ഥനയുടെ അവസരത്തിൽ മെഴുകുതിരി കത്തിക്കുവാനായിട്ട് പിതാവ് എപ്പോഴും എന്നോടാണ് പറഞ്ഞിരുന്നത്. മറ്റ് മക്കളൊക്കെ ഉണ്ടായിരുന്നവരിൽ തന്നെയും എന്നെ പേര് വിളിച്ച് എപ്പോഴും തിരി കത്തിക്കുവാനായിട്ട് പറഞ്ഞിരുന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ദേവാലയത്തിൽ പോകുന്ന അവസരത്തിലും എല്ലാ മക്കളെയും വിളിച്ചു കൂട്ടി അവർക്ക് ദേവാലയത്തിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനായി സംഭാവനകൾ ഓരോ മക്കളുടെയും കയ്യിൽ കൊടുക്കുന്നതായ ഒരു പാരമ്പര്യവും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അങ്ങനെ മാതാപിതാക്കളുടെ ഒരു നല്ല ആത്മീയ ശിക്ഷണം, ധാർമ്മിക ബോധം, ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ
ശുശ്രൂഷകളിലും പങ്കെടുക്കുവാനായിട്ടുള്ള നല്ല ഒരു പരിശീലനം ചെറുപ്രായത്തിൽ തന്നെ ലഭിച്ചു. അത് എൻ്റെ ഇന്നുള്ള ജീവിതത്തിൻ്റെയും പിന്നീട് വളർന്ന അനേകം വേദികളിലൂടെ കടന്നുപോയ ജീവിതത്തിൻ്റെയും വലിയ ഒരു അടിത്തറയായി, ഒരു ദൈവികമായ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ തിരിച്ചറിയുകയാണ്. ദേവാലയത്തിൽ പോയിരുന്ന അവസരത്തിൽ ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും അതുപോലെ തന്നെ വൈദികരുടെ കുർബാനയിൽ സഹകാരിയായി അൽത്താര ശുശ്രൂഷകനായി പ്രവർത്തിക്കുവാനും ഒക്കെ അനേക അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ചെറുപ്രായത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായി അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പലർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സന്തോഷം ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ലഭിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് പല അവസരത്തിലും പരിശോധിച്ചിട്ട് അതിൻ്റെ ഉത്തരം ലഭിച്ചിട്ടില്ല. ദേവാലയത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ല സന്തോഷകരമായൊരു അനുഭവമായി ചെറുപ്രായത്തിൽ ഒരു വലിയ ഒരു ആന്തരിക അനുഭവമായിട്ട് ലഭിച്ചത്. അതുകൊണ്ട് ദേവാലയവുമായി ബന്ധപ്പെട്ട് ഏത് പരിപാടി ഉണ്ടെന്നതിൽ തന്നെയും സമയം കിട്ടുമ്പോഴൊക്കെയും അതിൽ പോയി സംബന്ധിക്കുവാനും സഹകരിക്കുവാനും അവിടെ ആയിരിക്കുവാനും വൈദികരോടൊത്ത് മറ്റ് ഭവനങ്ങളെ സന്ദർശിക്കുവാനും രോഗികളെ സന്ദർശിക്കുവാനും ആഘോഷ അവസരങ്ങളിൽ അതുപോലെ ഭവന കുദാശയുടെ അവസരങ്ങളിലൊക്കെ വൈദികരോടൊപ്പം ശുശ്രൂഷകനായി പോകുവാനൊക്കെ കിട്ടിയ അവസരം ചെറുപ്രായത്തിലുള്ള എൻ്റെ വലിയ സന്തോഷത്തിൻ്റെ, വലിയ ഒരു ആനന്ദത്തിൻ്റെ അനുഭവമായിട്ട് ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ശരിയായ ആത്മീയ ബോധ്യങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള വിശ്വാസ പരിശീലകരുടെ പ്രാധാന്യം തൻ്റെ ജീവിതത്തിലൂടെ തിരുമേനി നമ്മെ ഉയർത്തി കാണിക്കുന്നു. തൻ്റെ വേദപാഠ ക്ലാസുകളിൽ കടന്നു വന്നിട്ടുള്ള അധ്യാപകർ തീർച്ചയായും ദൈവവിളിയെ വളർത്തിയെടുക്കുവാൻ കാരണമായിട്ടുണ്ടെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം വേദപഠന ക്ലാസ്സുകളാണ്. വേദപഠന ക്ലാസ്സുകളിൽ പഠിപ്പിച്ച നല്ല വിശ്വാസ ബോധ്യമുള്ള അധ്യാപകർ, അവരെ വൈജ്ഞാനിക തലത്തിൽ വലിയ പാണ്ഡിത്യം ഉള്ളവരായിരുന്നില്ല എന്നിവരിൽ തന്നെയും ദൈവ വചനപ്രകാരമുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതിൽ ഒരു മുടക്കവും കൂടാതെ അവരുടെ ജീവിതത്തിലൂടെ അത് സാക്ഷിക്കുന്നതിൽ അതിലേതാനും ആൾക്കാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പുരോഗതനായതിലും ആചാര്യനായാലും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി ഇപ്പോഴും സംസാരിക്കുന്നവരുണ്ട് അവരുടെ ക്ലാസ്സുകളിലിരുന്ന് പഠിച്ച അവസരങ്ങളൊക്കെ. അപ്പോൾ ഭവനത്തിൻ്റെ ആ ഒരു വലിയ ആത്മീയ അന്തരീക്ഷം കഴിഞ്ഞാൽ ദേവാലയത്തിൽ ലഭിച്ചതായ അനുഭവങ്ങൾ, അതുപോലെ വേദപഠന ക്ലാസ്സുകളിൽ ലഭിച്ചതായ നല്ല ശിക്ഷണാക്രമമൊക്കെ ദൈവ വിളിയുടെ ഒരു വലിയ പ്രേരക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി ദൈവവിളിയുടെ പിന്നിലെ ദൈവിക യാഥാർത്ഥ്യങ്ങളെ പിതാവ് വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ 10ാം ക്ലാസ് കഴിയുന്നതുവരെയും ഗൗരവമായി അദ്ദേഹവും വീട്ടുകാരും അതേക്കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടും ശരിയായ സമയത്ത് യാദൃച്ഛികമെന്നോണം ദൈവം വഴി നയിച്ചത് അദ്ദേഹം സ്മരിക്കുന്നു. ജനനത്തിനു മുമ്പേ അവിടുന്ന് മുദ്ര പതിപ്പിച്ച ഒരാത്മാവിനെ എന്നും വേർതിരിച്ചു നിർത്തി സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ തൻ്റെ അജഗണത്തിനായി ഒരുക്കിയെടുക്കുന്ന കരുണാമയനായ ദൈവത്തിൻ്റെ മനോഹര ചിത്രം നാം ഇവിടെ ദർശിക്കുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എന്ന് വരികിൽ ഒരു പുരോഗതനാകുവാനായിട്ടുള്ള വ്യക്തമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അതിനനുസരണമായിട്ടുള്ള ചിന്തകളോ ഒന്നും ചെറുപ്രായത്തിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒന്നും ഉണ്ടായിട്ടില്ല.
എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ദൈവവിളിയിലേക്ക് കടന്നു വരുവാൻ ദൈവം അവസരം സൃഷ്ടിച്ചത്. ഞാൻ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് അൾത്താര ശുശ്രൂഷകനായിട്ട് 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ വികാരിയായിരുന്ന വൈദികനെ അദ്ദേഹം പ്രത്യേകമായിട്ട് ദേവാലയത്തിൽ വിളിച്ച് പറഞ്ഞു, വൈദികരാകുവാൻ താല്പര്യമുള്ള കുട്ടികൾ അവർക്ക് അങ്ങനെ താല്പര്യമുണ്ട് എന്ന് വരികിൽ തിരുവനന്തപുരം സെൻറ്റ് അലോഷ്യസ് സെമിനാരിയിൽ നടക്കുന്നതായ ധ്യാനത്തിൽ പോയി സംബന്ധിച്ചാൽ നല്ലതാണ് എന്ന് അന്ന് ഞങ്ങളുടെ വികാരിയായിരുന്ന ബദനി ആശ്രമത്തിലെ നോർബർട്ട് OICHന് വിളിച്ച് പറയുകയും അത്താരിൽ ശുശ്രൂഷ കൊണ്ടിരുന്ന ഞാനത് ശ്രദ്ധിക്കുകയും അച്ഛന് ആ ക്ഷണക്കത്ത് ദേവാലയത്തിലെ നോട്ടീസ് ബോർഡിൽ ഇടുകയും ചെയ്തു. ഞാൻ കുർബാന കഴിഞ്ഞ് അത് പോയി വായിച്ചു നോക്കിയപ്പോൾ ഈ ധ്യാനം എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാം എന്നൊരു ചിന്ത മനസ്സിൽ വരികയും ധ്യാനിക്കാനായിട്ട് അന്നും വൈദികനായിട്ട് പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിലും ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നതിലും വലിയ താല്പര്യവും സന്തോഷവും ആനന്ദവും ഒക്കെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഈ ധ്യാനം എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ആരോടും പറയാതെ അതിനകത്തുണ്ടായിരുന്ന അഡ്രസ്സ് എടുത്തിട്ട് അന്ന് തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായിരുന്ന ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് തിരുമേനി ഇങ്ങനെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഒരു വൈദികനാകുന്ന ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞാൻ കൂടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും അറിയാതെ ഞാൻ ഒരു കത്തയക്കുകയും ആ കത്ത് അഭിനന്ദനായ തിരുമേനിക്ക് ലഭിക്കുകയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എത്രയും വേഗം എന്നെ വന്ന് കാണുക എന്ന് പറഞ്ഞ് ഒരു മറുപടി ലഭിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഞാൻ SLC പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന സമയമാണ്. വീട്ടിലുള്ള പലരും മറ്റ് പഠനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് ആലോചിക്കുന്ന സമയമാണ്. ആരും ഇങ്ങനെ സെമിനാരിയിൽ പോകുന്ന കാര്യമോ അല്ലെങ്കിൽ വൈദികനാകുന്ന കാര്യമോ ഒന്നും പ്രത്യക്ഷമായി പറയുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടതായ പിന്തുണ നൽകുകയോ ഒന്നും ചെയ്യാതിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഏതായാലും പിതാവിൻ്റെ കത്ത് കിട്ടിയ അവസരത്തിൽ പിതാവ് വളരെ വ്യക്തമായിട്ട് എഴുതി, കുഞ്ഞിൻ്റെ കത്ത് കിട്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വൈദികനാകുവാൻ ആഗ്രഹിക്കുന്നറിഞ്ഞ് സന്തോഷിക്കുന്നു, അതുകൊണ്ട് വേഗം എന്നെ വന്ന് കാണുക എന്ന് പറയുകയും തിരുമേനിയെ പോയി കാണുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അവിടെ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കണ്ട അവസ്ഥ എനിക്ക് തിരുമേനിയെ വളരെയേറെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സമീപനം ചോദ്യങ്ങൾ ഒക്കെ വളരെ ഹൃദ്യമാവുകയും ചെയ്തു. എന്നോട് അന്ന് തിരുമേനിയെ ചോദിച്ചതായ ചോദ്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് നിറഞ്ഞ് നിൽപ്പുണ്ട്. എന്നോട് ചോദിച്ചു, കുർബാനയ്ക്കൊക്കെ കൂടുന്ന വ്യക്തിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണേ എന്ന് പറഞ്ഞു. എങ്കിൽ കുർബാനയ്ക്ക് പാടുന്നതായ ഒരു ഗാനം ആലപിക്കുവാനായിട്ട് പറഞ്ഞു. ഞാൻ പിതാവിൻ്റെ മറയിൽ നിന്ന് അതിമനോഹരമായി പൗലോസ് ശ്ലീഹ എന്നുള്ള പാട്ട് വളരെ ഉച്ചത്തിൽ പാടിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വളരെ ഉച്ചത്തിൽ പടിയിൽ പാടുന്ന പോലെ പാടി. അത് കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, നല്ല ഗാനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, വേദപുസ്തകത്തിലെ ഒരു വാക്യം പറയുവാനായിട്ട് ഞാൻ പറഞ്ഞു. വേദപുസ്തകത്തിലെ അതിമനോഹരമായ ഒരു വാക്യം, ദൈവം സ്നേഹമാകുന്നുവെന്നും സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നുവെന്നും തുടങ്ങിയതായിട്ടുള്ള വാക്യങ്ങൾ ഞാൻ പറയുകയും അപ്പോൾ തിരുമേനി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മിടുക്കനാണല്ലോ, വേദപുസ്തകമൊക്കെ വായിക്കാറുണ്ട് എന്ന് പറയുകയും പിന്നീട് മാറിവാനസ് തിരുമേനി ആരാണ് എന്ന് എന്നോട് ചോദിക്കുകയും അപ്പോൾ മാറിവാനസ് തിരുമേനി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മുണ്ടൻമലയിൽ താമസിച്ച തിരുമേനിയാണെന്ന് അന്നത്തെ അറിവനുസരിച്ച് തിരുമേനി അറിയിക്കുകയും ചെയ്തു. ഈ 3-4 ചോദ്യങ്ങളെ കഴിഞ്ഞ അവസരത്തിൽ തിരുമേനി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ദൈവവിളിയുണ്ട്, സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് പോകണം, നല്ല മിടുക്കനായി വരണമെന്ന് പറഞ്ഞ് സെമിനാരിയിലേക്ക് എന്നെ ക്ഷണിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ വീട്ടിലെ ഒരു പ്രാർത്ഥന അന്തരീക്ഷം, അതുപോലെ തന്നെ ദേവാലയത്തിൽ കിട്ടിയ പരിശീലനം, ദൈവിക കാര്യങ്ങൾ ഉണ്ടായ സന്തോഷകരമായ അനുഭവം, അത് ഒരു ദൈവികമായ ചിന്തയായിട്ട് ഈ ദൈവവിളി ധ്യാനവുമായിട്ട് കടന്നു വരികയും ആ കടന്നു വരുന്ന അവസരത്തിൽ വളരെ പരിശുദ്ധനും പണ്ഡിതനുമായിരുന്ന ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കാണുവാനായിട്ടും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുവാനായിട്ടും ഇടയായത് ഒക്കെയാണ് ദൈവവിളിയുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെയേറെ പ്രചോദനം നൽകിയ പ്രധാനപ്പെട്ട കാര്യം.
ദൈവനിയോഗിതമായ ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് അഭിവന്യ തിരുമേനി തൻ്റെ ജീവിത വീഥിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്കായി ദൈവം മുമ്പേ ഒരുക്കിയ അനവധി സാഹചര്യങ്ങൾ തിരിച്ചറിയുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വടശ്ശേരിക്കരയിലെ സ്കൂൾ അന്തരീക്ഷം പോലും തന്നിലെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുവാൻ അനുയോജ്യമായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഞങ്ങൾ പഠിച്ചിരുന്നതായ സ്കൂള്, വടശ്ശേരിക്കര സ്കൂള് എന്ന് പറയുന്നത് മാർത്തോമാ സഭയുടെ ഒരു സ്കൂളാണ്. മാർത്തോമാ സഭയുടെ സ്കൂളായിരുന്നു എന്ന് വരികിൽ തന്നെയും അവിടെയും ആത്മീകമായ ധാർമ്മികമായ പരിശീലനം വളരെ പ്രത്യേകമായ രീതിയിൽ ആ സ്കൂളിൽ നൽകിയിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 8ലും 9ലും ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് ആ സ്കൂളിൽ ജീവപ്രകാശം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പ്രേക്ഷിത ശുശ്രൂഷ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് 1:30 മണിക്ക് ഷൗമേൽ സാർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സുവിശേഷകൻ അവിടെ വന്ന് വേദപുസ്തകം വായിക്കുകയും ഞങ്ങളെ കൊണ്ട് പാട്ടുകളെ പാടിക്കുകയും ജീവപ്രകാശം പൂരിപ്പിക്കാനായിട്ട് തരികയും വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഉപയോഗിച്ച് അത് പൂരിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് സമ്മാനങ്ങളൊക്കെ നൽകി ദൈവവചനം പഠിക്കുവാനായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച കാര്യവും ദൈവവിളിയുടെ ഒരു പ്രേരക ശക്തിയായിട്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ പഠിച്ച ഈ മാർത്തോമാ സഭയുടെ സ്കൂളിൽ നിന്ന് ഏതാണ്ട് ഇപ്പോൾ 20-ൽ പരം ആൾക്കാർ വൈദിക, ആചാര്യ, അതോടൊപ്പം തന്നെ സന്യാസ ശുശ്രൂഷകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിലും മാർത്തോമാ സഭയിലും യാക്കോബ സഭയിലും വൈദികരും അതോടൊപ്പം തന്നെ സന്യസ്തരും അവിടുത്തെ ആചാര്യ ശുശ്രൂഷയിൽ ഞാനും മറ്റൊരാളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു നല്ല സ്കൂളായിട്ട് ഞങ്ങളുടെ സ്കൂളും പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഈ 3 പരിശീലനങ്ങൾ, വീട്ടിലെ പരിശീലനം, ദേവാലയത്തിലെ പരിശീലനം, അതുപോലെ സ്കൂളിലെ ആദ്യകാലങ്ങളിൽ ലഭിച്ച പരിശീലനം എൻ്റെ ദൈവവിളിയുടെ പ്രത്യേകമായ അടിത്തറയായി നിലനിൽക്കുന്നുവെന്ന് ഞാൻ ഇപ്പോഴേ സന്തോഷത്തോടെ തിരിച്ച് അറിയുകയാണ്. ആയിരത്തി 1968 അഭിവന്യ പിതാവ് മൈനർ സെമിനാരിയിൽ ചേരുന്നത്. ഇന്ന് മലങ്കര സഭയുടെ കാത്തോലിക്കേറ്റ് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടത്ത് തിരുവനന്തപുരം രൂപതാ കേന്ദ്രത്തോട് ചേർന്നായിരുന്നു അന്നത്തെ സെമിനാരി. സെമിനാരി പഠനകാലത്ത് ഒരിക്കൽ തൻ്റെ ദൈവവിളിയിൽ സംശയം തോന്നിയ അദ്ദേഹം താൽക്കാലികമായി വൈദിക പഠനത്തിൽ നിന്നും മാറി നിൽക്കുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ദൈവം അന്ന് ആ ജീവിതത്തിൽ ഇടപെട്ടത് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയിലൂടെയാണ്. മൈനർ സെമിനാരിയിൽ 3 വർഷം പഠിച്ച അവസരത്തിൽ എനിക്ക് ഒരു പ്രത്യേകമായ ഒരു ആഗ്രഹവും താല്പര്യവും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഒരു പരീക്ഷണം ഉണ്ടായി എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മാർ ഇവാനീസ് കോളേജിൽ വിദ്യാർത്ഥിയായിട്ട് പഠിച്ചുകൊണ്ടായിരിക്കുന്ന അവസരത്തിൽ പ്രീ ഡിഗ്രിയുടെ 2ാം വർഷം അവസാന സമയത്ത് നന്നായിട്ട് പഠിക്കുവാനായിട്ടുള്ള ഒരു ദൈവാനുഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പരീക്ഷ എഴുതാൻ പോകുന്ന അവസരത്തിൽ പരീക്ഷ എഴുതുവാനായിട്ടുള്ള ആത്മവിശ്വാസമില്ലാത്ത സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട റക്ടസിനോട് പറഞ്ഞതിന് ശേഷം എന്നാൽ മൈനർ സെമിനാരി പഠനം പൂർത്തിയാക്കി കുറേ കൂടി പഠിച്ച് ഒരു കോളേജിലെ കുറേ കൂടി പഠിച്ച് കുറേ കൂടി പക്വതയൊക്കെ ആയിട്ട് വീണ്ടും സെമിനാരിയിൽ ചേരാം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി റക്ടച്ചനോട് സംസാരിക്കുകയും അങ്ങനെ മൈനർ സെമിനാരി പഠനം 3ാം വർഷം പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വൈദികനാകുവാനായിട്ടുള്ള ആഗ്രഹം വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പഠനം കുറേ കൂടി പൂർത്തിയാക്കണം, ഒരുപക്ഷെ ഇത്രയും ദീർഘമായ ഒരു പഠനം പൂർത്തിയാക്കി വൈദികനാകുവാൻ സാധ്യമാകുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ റക്ടച്ചനോട് പറഞ്ഞ് വീട്ടിലെ പോയി കോളേജിലൊക്കെ പഠിച്ചിട്ട് വരാനായിട്ട് തീരുമാനിച്ചെന്നാൽ അഭിവന്ദനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി 2 ദിവസം മൈനർ സെമിനാരിയിൽ എന്നെ കാണാതിരുന്നുകൊണ്ട് എന്താണ് ബ്രദർ സെമിനാരിയിൽ ഇല്ലാത്തതെന്ന് ചോദിക്കുകയും റക്ടച്ചനോട് പറഞ്ഞ് ബ്രദറെ വേഗം തിരികെ വരാനായിട്ട് തിരുമേനി ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ
വീണ്ടും അഭിമന്യനായ തിരുമേനിയെ പോയി കണ്ടു. അപ്പോൾ തിരുമേനി എന്നോട് ചോദിച്ചു, കുഞ്ഞിന് വൈദികനാകാൻ ആഗ്രഹമില്ല, എന്തിനാണ് തിരികെ പോയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വൈദികനാകാനായിട്ടുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊരു ഭയപ്പാട്, 10-12 വർഷക്കാലം ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ പോയി കുറേ കൂടി പഠിച്ചിട്ട് കുറച്ചുകൂടി ആലോചിച്ചിട്ട് വരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തിരുമേനി എനിക്ക് നൽകിയ വലിയ ഒരു സന്ദേശം, വലിയൊരു ഉപദേശം എൻ്റെ പൗരോഹിത്യ ആചാര്യ ശുശ്രൂഷയെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. അന്ന് ആ സന്ധ്യാസമയത്ത് തിരുമേനി എന്നോട് ചോദിച്ച്, ബ്രദറെ ജപമാല ചൊല്ലുമോ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് സെമിനാരിയിൽ ജപമാലയൊക്കെ ചൊല്ലിയിരുന്നു എന്ന വരികൾ തന്നെയും അത് അത്ര ഭക്തിയോടുകൂടിയൊന്നും ആയിരുന്നില്ല ചൊല്ലിയത്. ഞാൻ പറഞ്ഞു, ഞാൻ ജപമാല ചൊല്ലും, പക്ഷേ എനിക്ക് ജപമാലയിൽ വലിയ ഭക്തിയൊന്നും തോന്നുന്നതായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞതായ കാര്യം ഇതാണ്: ജപമാല എന്നും ഭക്തിയോടെ വളരെ പ്രത്യാശയോടുകൂടി ചൊല്ലിയാൽ നല്ല പുരോഗതിനായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് അതിമനോഹരമായ ഒരു ജപമാല എടുത്തു തരികയും വീട്ടിലെ തിരിച്ചു പോകേണ്ട പഠന കാര്യങ്ങളൊക്കെ പിന്നീട് ദൈവം ക്രമീകരിച്ചുകൊള്ളും, സെമിനാരിയിൽ പോയി മേൽ സെമിനാരിയിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും അനുഗ്രഹിച്ച് ആലുവ മേജർ സെമിനാരിയിലേക്ക് വിട്ടതായ സംഭവം ഞാൻ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല ചൊല്ലുമായിരുന്നു, എന്നാൽ അത് അത്ര ആഴത്തിലുള്ള വിശ്വാസത്തോടുകൂടി ആയിരുന്നില്ല. അഭിമന്യനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പരിശുദ്ധ മാതാവിനോട് വളരെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ഏറ്റവും നല്ല പുരോഗതനാകുവാൻ സാധ്യമാകും എന്ന് പറഞ്ഞ് നൽകിയ ആ ജപമാല എൻ്റെ സെമിനാരി പഠനത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ പോലും മാതാവിനോട് പ്രാർത്ഥിക്കാതെ സെമിനാരിയിൽ ജീവിക്കുകയോ അല്ലെങ്കിൽ പുരോഗതനായതിനു ശേഷമോ ആചാര്യനായതിനു ശേഷമോ ഏതെങ്കിലും ഒരു ദിവസം മാതാവിനോട് കുറേയെങ്കിലും പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും ഒരു ജപമാല ചൊല്ലാതെ സമയം കഴിച്ചതായിട്ട് ഓർക്കുന്നില്ല. ആ ഒരു വലിയ മാതാവിനോടുള്ള ഭക്തി എൻ്റെ സെമിനാരി പഠനകാലത്ത് പൗരോഹിത്യ ശുശ്രൂഷയിലെ ആചാര്യ ശുശ്രൂഷയിലെ വളരെ സുവിശേഷമായി നൽകിയത് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം കൊണ്ടാണ്. അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ ജീവിതത്തിലൂടെ കടന്നുപോകുമ്പോൾ ദൈവത്തിന് പ്രിയങ്കരനായ ഒരു ശുശ്രൂഷകനെ അവിടുന്ന് സസൂക്ഷ്മം വളർത്തിയെടുക്കുന്ന കാഴ്ചകൾ നാം കാണുന്നു. ദൈവികമായ കരുതലും അവിടുത്തെ മഹനീയ പദ്ധതികളുടെ ഉറച്ച പിൻബലവും തിരിച്ചറിഞ്ഞു മുന്നേറിയ ഈ പുരോഹിത ശ്രേഷ്ഠൻ്റെ മാതൃക പിന്തുടർന്ന് ദൈവഹിതമനുസരിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്കും പരിശ്രമിക്കാം. തുടർന്ന് അഭിമന്യ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സഹായത്തിനായിട്ട് അരമനയിലെ ശുശ്രൂഷിക്കുന്ന ബ്രദറായിട്ടാണ് റീജൻസി കാലത്ത് നിൽക്കുവാനായിട്ട് ഇടയായത്. അതിൽ പിതാവിനോട് കൂടെയുള്ളതായ ഏതാണ്ട് 1 വർഷത്തോളം വരുന്ന ആ റീജൻസി കാലം എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ ബോധ്യങ്ങളും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടായതായിട്ടുള്ള ഒരു അവസരമാണ്. കുമ്പഴ ആശ്രമത്തിൽ പോയിരുന്ന ഞാനും ഇപ്പോൾ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായ അഭിമന്യ സൗമ്യർമാർ ഐറീനസ് തിരുമേനി ഒന്നിച്ച് ധ്യാനിക്കുകയും ഞങ്ങളെ തലേ ദിവസവും പിറ്റേ ദിവസമായി അദ്ദേഹം 22-ാം തീയതി ഡിസംബർ 24 വട്ടം സ്വീകരിക്കുകയും ഞാൻ 23-ാം തീയതി വൈദിക വട്ടം സ്വീകരിച്ച് നവവൈദികരായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന അനുഗ്രഹദായകമായ സന്തോഷ നിർഭരമായ ദിവസങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ചുറ്റും അനേകം കുട്ടികൾ, ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് അങ്ങനെ കാപ്പി കുടിക്കുവാനായിട്ടുള്ള അവസരമുണ്ടായപ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതം കൂടുതൽ സമർപ്പണ ബോധ്യമുള്ളതാകണം എന്നുള്ള ഒരു അനുഭവം ലഭിച്ചു. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ആ വീട്ടിൽ നിന്ന് ആ വീടിൻ്റെ മുൻവശത്ത് നിന്നിരുന്ന ഒരു റോസാ ചെടിയിൽ ഒരു റോസപ്പൂ മാത്രം നിന്നു. ഒരു കൊച്ചുകുട്ടി ആ റോസപ്പൂ പറിച്ചുകൊണ്ട് ഈ പൂ എൻ്റെ കയ്യിൽ തന്നിട്ട് അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ ആ ദൃശ്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്.